അപ്പോൾ ഈ കാണുന്നത് പറഞ്ഞാൽ നമ്മുടെ കോട്ടുവൻകോണം മാർക്കറ്റാണ്. അപ്പോൾ ഏതാണ്ട് എല്ലാ ദിവസവും പുലർച്ചെ ഒരു 9 മണി കഴിഞ്ഞ് ഒരു 10:15 വരെ ഈ ചന്ത കാണും. മിക്കവാറും പഴയകാല ആൾക്കാർ തന്നെയാണ് ഇവിടെ മീൻ കച്ചവടം ചെയ്യുന്നത്. അപ്പം കുറച്ച് പേര് പുതിയതായിട്ടുണ്ട്. അപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെ കച്ചവടം ചെയ്യുന്ന ആൾക്കാരെല്ലാവരും നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ, അത് മിക്കവാറും ഉള്ളൊരു ഐസ് ഇടാത്ത മീനാണ് ഇവിടെ കൊണ്ടുവന്ന് സെയിൽ ചെയ്തത്. അപ്പോൾ ഇതേപോലുള്ള മാർക്കറ്റ്, ചെറിയ മാർക്കറ്റുകളിലാണ് ചെയ്തത്. അപ്പോൾ ഈ കോട്ടുകോണം ചന്ത എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ആശ്രയിക്കുന്ന ഒരു മാർക്കറ്റാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാടൻ രീതിയിലുള്ള പച്ചക്കറി ഐറ്റങ്ങളും അതുപോലെ തന്നെ മുട്ട, അങ്ങനെ ഇലവർഗ്ഗങ്ങളുള്ള ചീര, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ എല്ലാം അതായത് അടുക്കളത്തോട്ടത്തിൽ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന അമ്മമാരുണ്ട്. അപ്പോൾ അവരുടെ നിന്നൊക്കെ ആ ഒരു വിലയ്ക്ക് നമുക്ക് കീടനാശിനിയൊന്നും അടിക്കാത്ത രീതിയിൽ നല്ല രീതിക്ക് കിട്ടുന്നൊരു സ്പോട്ട് കൂടിയാണ്. പിന്നെ ഇവിടെ മീൻ, മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു മീൻ മേടിച്ച് അതിനകത്ത് പുഴു വന്ന കാര്യങ്ങളും എല്ലാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇടയ്ക്ക് നടക്കാറുണ്ട്. എങ്കിലും ഒരു 90% നല്ല ഒരു മീനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊണ്ട് കച്ചവടം ചെയ്തത്. അപ്പം നമ്മുടെ പരവൂരിലെ മാർക്കറ്റുണ്ട് കമ്പോളം, അതിൻ്റെ ചെറുതിലേക്ക് ഭയങ്കര എന്താ പറയുക, ലുലുമാള് പോലത്തെ ഒരു സംഭവം തന്നെ ആയിരുന്നു ആ ഒരു മാർക്കറ്റിലേക്ക് പോകുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ. അപ്പൊ അത്രത്തോളം ഭയങ്കര രസമാണ് അതിൽ മാർക്കറ്റിൽ പോകാനായിട്ട്. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തായിരുന്നു തോന്നി അവിടെ മാർക്കറ്റ് പൂർണ്ണമായും കത്തി നശിക്കുന്നത്, കുറെ ഫ്രണ്ടേജ് ഭാഗങ്ങളൊക്കെ. പിന്നെ അത് വേറൊരു സ്റ്റൈലിലാക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് പരവൂർ മാർക്കറ്റ് മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ അത് പണിഞ്ഞ് അത് വേറൊരു രീതിയിലാക്കി. ഇപ്പൊ ഇനി വേറൊരു രീതിയിലോട്ട് കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാലും അവിടുത്തെ മീൻ കച്ചവടം ചെയ്യുന്ന ആ ഒരു കുറച്ച് പേര് വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള മീനുകളാണ് കൊണ്ട് കച്ചവടം ചെയ്യുന്നത്. ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം ഞാൻ കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് സീ ഫുഡ് കഴിച്ചിട്ട് അവിടെ ഒരു 6 പേര്, അത് ചടയമംഗലത്ത് പേരുള്ള 6 പേരിൽ 2 പേര് മരണപ്പെടുകയും 2 പേര് സീരിയസ് ആയിട്ട് ആശുപത്രിയിൽ, 2 പേര് രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെയൊക്കെയുള്ള അപകടങ്ങൾ വരുമ്പോൾ എടുത്തു ചാടി നമ്മുടെ ഉദ്യോഗസ്ഥർ 1-2 ദിവസമൊക്കെ അടിപൊളിയായിട്ട് പോകും. പക്ഷേ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതേ കണക്കുള്ള ചെക്കിങ്ങും കാര്യങ്ങളും ആ ഒരു കാര്യങ്ങളൊക്കെ തുടർന്ന് പോകണമെങ്കിൽ ഒരു 90% പ്രശ്നങ്ങൾ മാറും. നമ്മുടെ നാട്ടിൽ നല്ല സാധനം വിൽക്കാന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ തീരുമാനിക്കുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥരും ഗവൺമെന്റും നമ്മളൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നാട്ടിലുള്ള ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറി തീരും. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലതേ നടക്കട്ടെ.